ഗായ്സ്, അപ്പൊ നമ്മളിപ്പോ ഇവിടെ പോണേ നമ്മള് വേളാങ്കണ്ണിക്ക് പോവാണ്. അതെ, കാറിലാണ് പോണേ. ഇവിടെ നിന്ന് ഏകദേശം 400 അത്ര കിലോമീറ്റർ ഉണ്ട്, 400 അത്രയും കണ്ടുണ്ട്. നമ്മൾ ഓൺ റോഡ് തന്നെയാണ് പോവാറ്. അധികം ബോറടിപ്പിക്കില്ല, വേറെ വീഡിയോയ്ക്ക് പോവാം. അവിടെ സെറ്റാക്കി നമ്മളെ ലഗേജ് ഒക്കെ ഓൾറെഡി അതിൽ ഇട്ടുണ്ട്. എല്ലാവരും ഇറങ്ങി. അപ്പൊ നമ്മളിവിടെ നിർത്തിയിട്ടേക്കാണ്. അവർക്ക് എന്തോ സാധനം മേടിക്കാണെന്ന് പറഞ്ഞ് അവർ പോയി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സ്ഥലം നെന്മാറയിലാണ് നമ്മൾ എത്തിയേക്കണേ. 9:30 ഇറങ്ങി, ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. നെന്മാറയിലാ. ഇപ്പോൾ തമിഴ്നാട് ബോർഡറെത്തി. ബോർഡർ കടന്നു അവിടെ നിൽക്കണ്. അപ്പോ കൊറേ കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്ന വെച്ചിട്ടാണ് കുറച്ച് കാണിക്കണേ. പിന്നെ അടുത്ത കാണിക്കാം. ഏകദേശം മിനിറ്റ് 2:10 നമ്മള് ഫുഡ് കഴിക്കാൻ വന്നാക്കാണ്. കുറെ നേരം കാണിച്ച് വെറുപ്പിച്ചില്ല. പിന്നെ ഞാനും നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുക്കാൻ ഞാനും അമ്മയും വീഡിയോ ഒക്കെ നല്ല ഉറക്കായിരുന്നു. ചേട്ടനും പപ്പയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണരിക്കണക്ക് ഫുഡ് കഴിക്കാം. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. നമ്മളെപ്പോഴും ഓർഡർ ചെയ്ത് തന്നെ ബിരിയാണി. ഞങ്ങൾ 3 പേര്, ഞാൻ ചേട്ടകള് ബിരിയാണി, അമ്മയും പപ്പയും ഞാനാണ് പറഞ്ഞത്. ചിക്കൻ ദം ബിരിയാണിയാണ് പറഞ്ഞത്. നമ്മളിപ്പോ കടയുടെ പേര് സത്യം പറഞ്ഞ നോക്കാൻ പറഞ്ഞു. കണ്ണപ്പ, ചെട്ടിനാട് കണ്ണപ്പയാണ് അല്ല, ഹോട്ടൽ കണ്ണപ്പ എന്ന് പറഞ്ഞ ഹോട്ടലിന്റെ പേരാണ്. ഇവിടെ ഇന്റീരിയർ നോക്കണ്ട. ഇനി ഫുഡ് എങ്ങനെയുണ്ട് കഴിച്ചേത്തണം. തിരിച്ച് കാരക്കാരാണ്. ഇനി ഞങ്ങളുടെ അടി പോണേ ട്രിച്ചിക്ക. ട്രിച്ചി നമ്മളേകദേശം 300 കിലോമീറ്റർ, 200 കിലോമീറ്റർ കടന്നു. ഇനി 300 കടന്നു, 200 ഇനി ഉണ്ട്. ഇനി 7 മണി ഏകദേശം അവിടെ എത്തുമ്പോ. പിന്നെ അവിടുത്തെ ബ്ലോക്കൊക്കെ ഗൈസ്. അപ്പോൾ നമുക്കിനി 30 കിലോമീറ്റർ കൂടിയാണുള്ളൂ. ഇപ്പോഴും ഉറങ്ങാൻ തന്നെയായിരുന്നു 2 കിലോമീറ്റർ. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി റൂമിലെത്തിയിട്ട് നമുക്ക് കാണാം. റൂം അവിടെ ചെന്നിട്ടാണ് അവര് എടുക്കാൻ പറയണത്. സാധാരണ നമ്മള് ബുക്ക് ചെയ്തിട്ടാണ് പോവാറ്. റൂം ഉണ്ടായിരുന്നില്ല, നമ്മള് ബുക്ക് ചെയ്തു. അവിടെ വരാനാണ് പറഞ്ഞപ്പോ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചത്. പിന്നെ അവിടെ പോയിട്ട് കാണാം. വേളാങ്കണ്ണി 34 കിലോമീറ്റർ കുറച്ച് ഇറങ്ങിയൊക്കെയാണ്. നമ്മള് പോണ വഴിക്ക് അമ്മയുടെ കാല് ഡോറിന്റെ ഇടയിൽ വെച്ചിട്ട് ഇപ്പൊ കുറച്ച് സീനിട്ടിരിക്കാം. ഇതിനെ പറ്റി നോക്കാം, അമ്മോട് ചോദിക്കാം. അമ്മ ഡോറടച്ചപ്പോഴേ, കാറിന്റെ ഡോറടച്ചപ്പോ പെട്ടെന്ന് അറിയാതെ കാലിടയിൽ കിട്ടും. 3 നാട്ടില് ജാമായി. നല്ല വേദനയുണ്ട്, നടക്കാൻ പറ്റുന്നില്ല. വേളാങ്കണ്ണിയിൽ ചെന്നിട്ട് എന്താവും അറിയില്ല. അങ്ങനെ നമ്മള് ഹോട്ടലിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്കുന്ന ദിവസം. നമ്മളെ റൂം ബുക്ക് ചെയ്യാൻ തന്നെയാണ് വന്നേക്കണേ. ടോറിന്റെ റൂം കിട്ടുമെന്ന് അറിയില്ല. പോയി ചോദിക്കാൻ പോയി. നമ്മുടെ അടുത്ത് ഇവിടെ വന്നിട്ട് ചോദിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോ അവിടെ റൂം ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അമ്മക്ക് എല്ലാരും ഇപ്പോ വെയിറ്റിംഗ് സ്ഥലത്ത് വെയിറ്റ് ചെയ്തോണ്ട്, റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മളെ സ്ഥിരം എടുക്കണ സ്ഥലത്ത് തന്നെയാണ് എടുത്താണ്.
മേരി ലാൻഡ് സ്യൂട്ട്സ്. ഇത് അത്യാവശ്യം നല്ല റൂമാണ്. ഇന്റർകണക്ട് റൂമാണ്. ഇപ്പൊ വേറെ കിട്ടാത്തതുകൊണ്ട് അതായത് നമ്മൾ എടുത്താക്കുന്നത്. ഇന്റർകണക്റ്റിനാണ് കൊടുക്കുന്നത്. ഇതിൽ ഇവിടെ ഒരു വലിയ ലാസ്റ്റ് സപ്പറിന്റെ ഒരു ഫ്രെയിം ഉണ്ട്, ഞാൻ കാണിച്ചത്. റൂം കാണിച്ചിട്ടില്ലല്ലോ, ഇപ്പോൾ റൂം കാണിക്കാം. ഞാൻ ക്യാമറ തിരിക്കട്ടെ. 10th ഫ്ലോറിലാണ് നമ്മുടെ റൂം. ഇതാണ് നമ്മളെ റൂം. ഇതിലുള്ള ആൾക്കാർ അടിക്കാം. നടക്കാണ്. കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, നല്ല ശബ്ദമുണ്ട്. നമ്മളിപ്പോ രാത്രി കറങ്ങാനല്ല, പള്ളിയിലേക്ക് കയറാൻ തന്നെ. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങാലോ, നാളെ അപ്പൊ അതിനിറങ്ങിയേക്കാണ്. മേരി, നമ്മളിപ്പോ എവിടെയാ? പള്ളിയിലെ ഫ്രണ്ടില്. കഴിച്ചിട്ടല്ലെങ്കിൽ ഫുഡ് മേടിച്ചിട്ട് നമ്മള് റൂമിൽ പോയിട്ട് കഴിക്കും. ഫുഡ് എന്നുള്ള വിചാരം മാത്രമുള്ളൂ. രാത്രി ഇനി നമ്മളിപ്പോ എങ്ങോട്ടാ പോണം? പള്ളിയിലൂടെ. നമ്മളപ്പോൾ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ ബീച്ചിൽ പോകുന്ന വെച്ചാൽ നാളെ കാലത്ത് പിന്നെ ഇറങ്ങണ്ടല്ലോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് മണൽ എടുക്കാണ്ട്, നിറച്ച മണൽ എടുക്കാണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ രാത്രി തന്നെ ഇറങ്ങാൻ വെച്ചു. ഇതിനോട് കൊടുക്കുന്ന തിരക്കാണ്. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കില്ല, അതുകൊണ്ട് നല്ല പേടിച്ചിട്ട് വേണം നടക്കാൻ. നമ്മള് ബീച്ചിലെത്തിയേക്കാണ്. കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, നല്ല ശബ്ദമുണ്ട് ഇവിടെ. എന്തിനു വേണ്ടി നോക്കണേ? അതെ, മണൽ വരണമെങ്കിൽ കവർ വേണം. അടിപൊളി. നല്ല കാറ്റുണ്ട് കേട്ടോ സാർ, നല്ല കാറ്റുണ്ട്. പക്ഷെ ഈ തിരക്കില് പേടിക്കണം, അതാണ് പ്രശ്നം. ഫുള്ള് കടകളാണ്, എവിടെ നോക്കിയാലും കടകളാണ്. അവിടെ കടലാണ്, യാത്രയിൽ കാണാനും ഇല്ല. നിങ്ങൾക്ക് ഞാൻ പറയണതിനെ കേൾക്കണ്ടോന്ന് അറിയില്ല. അമ്മയും മേരിയോടെ കയറിയിട്ടുണ്ട്. എന്തിരിക്കാനമ്മ അപ്പൊ നമ്മള് ഇവിടെ ആ കടയിൽ നിന്ന് കവർ കിട്ടി. നമ്മളിവിടെ നിന്ന് സ്വീറ്റ് കോൺ മേടിക്കാൻ കയറിയേക്കാണ്. കേക്ക് ഉണ്ടാവോ ആവോ? ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. കേക്ക് ഉണ്ടാവില്ല, ക്ഷമിക്കുക. അപ്പോ നമ്മള് സ്വീറ്റ് കോൺ കഴിക്കാൻ നിൽക്കാണ്. സ്വീറ്റ് കോണ് എരിവൊക്കെ ഇട്ടിട്ട് കരിയിച്ചിട്ട് വെറൈറ്റി. അപ്പൊ ഗായ്സ്, നമുക്ക് മണൽ കിട്ടിയിട്ടുണ്ട്. എല്ലാ പരിപാടികളും ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകണം. ഫുഡ് കഴിക്കൽ മാത്രമേ ഉള്ളൂ. ഇനി അധികം കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കണില്ല. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേക്ക് ഉണ്ടാവോ തമ്പുരാനറിയാം. ശരി, ബൈ.